രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്ത് തലയിറങ്ങുകയും ചെയ്തത് എൻ്റെ കഷ്ടകാലത്തിന് പോയെന്ന് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് മാർച്ച് ടൈമിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഞാൻ അങ്കമാലി വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 3-4 മാസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ റീസൺ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഗൈസ് ഇന്ന്. ഈ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കരുത്, വേറെ ഒന്നുമല്ല. ഞാൻ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന ശേഷം ഞാൻ ഉടനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ എടുത്ത ശേഷം വേണം ഇനി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്, ഇത്രയും നാൾ വീഡിയോ ഇടാതിരുന്നതിൻ്റെ റീസൺ പറഞ്ഞിട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് ഞാൻ നേടിയ ഒരു സംഭവം എനിക്ക് നിങ്ങളെ കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് എനിക്ക് ഡിസംബറിൽ കിട്ടിയതാണ് ആ സംഭവം. അത് ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തത് കൂടെ ഇല്ല. അപ്പോൾ അത് ഈ വ്ളോഗിൽ കൂടെ തന്നെ അത് ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗൈസ്, നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന സമയം ഞാനിപ്പോൾ 10:30-ക്കാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ദളപതി അവിടെ തമിഴ്നാട്ടിൽ എന്താ പറയുക, അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഫാൻ ഗേൾ എനിക്ക് ഇനി ഒരിക്കലും ദളപതിയുടെ സിനിമ ഇനി തിയേറ്ററിൽ പോയി കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഗൈസ്. അതെല്ലാം നിങ്ങൾ കണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ കൺഗ്രാറ്റുലേഷൻസ് നേർന്നുകൊണ്ടുമാണ് ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈസ്, ഞാൻ ഫസ്റ്റ് ഇത്രയും നാൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത ശേഷം നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി 19 തൊട്ട് ഒരു ഷോപ്പിൽ ഞാൻ ജോലിക്ക് പോയി. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലാണ്. അവിടെ പോയി നിന്ന് അവിടെ ഞായറാഴ്ച ഉൾപ്പെടെ മിക്ക ദിവസവും പോകണമായിരുന്നു. ലീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടെ വന്ന് നല്ല രീതിയിൽ HP കുറഞ്ഞ് 6.5 ഒക്കെ ആയി. HP അത്രയും താഴ്ന്നു. എന്നിട്ടും അവിടെ നിന്ന് ലീവോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നില്ല ഗൈസ്. അങ്ങനെ ആകെ മൊത്തം പെട്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് 1 മാസം പോയിട്ട് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ള നല്ല സെയിൽ നടക്കുന്ന ടൈമാണ്, പോവരുത്. അതായത് അവർ സോപ്പിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും മനസാക്ഷി വിചാരിച്ച് ഞാനൊന്ന് പോയി ഗൈസ്. വീണ്ടും ഞാൻ പോയി. പക്ഷേ വീണ്ടും പോയപ്പോൾ വീണ്ടും എൻ്റെ ഹെൽത്ത് വീണ്ടും വഷളായി. അവിടെ വെച്ചിട്ട് എനിക്ക് ഫുഡ് നേരെ കഴിക്കാനോ ഒന്നും തന്നെ, അതായത് ആ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 2ാമത്തെ മാസം നിന്നപ്പോൾ കുറച്ചുകൂടെ വഷളായി എൻ്റെ ആരോഗ്യനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ എൻ്റെ HB കുറച്ചുകൂടെ കുറഞ്ഞു, അതിൽ നിന്നും താഴ്ന്ന്. പിന്നെ എന്താ പറയുക, തലയിറക്കം, ക്ഷീണം. എനിക്കെന്ന് വെച്ചാൽ ഒരു എനർജി ഇല്ലായിരുന്നു. രാവിലെ ഇവിടെ നിന്ന് ഓടിപ്പിടിച്ചുകൊണ്ട് പോവുക, പിന്നെ തിരിച്ച് വൈകുന്നേരം വരിക, പിന്നെ കയറി കിടക്കുക. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ ആഹാരമോ കാര്യങ്ങളോ ഒന്നും തന്നെ കഴിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ആ ഷോപ്പിലാണെങ്കിൽ സത്യം വരട്ടില്ല, ഇരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. നമുക്ക് എത്രയെന്ന് പറഞ്ഞാൽ ഇരിക്കാതിരിക്കാൻ പറ്റും ഗൈസ്. ഞാനെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ജോലിക്ക് തന്നെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇരിക്കാതിരിക്കുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഗൈസ്. എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ബസ്സിൽ പോകുന്ന ടൈമിൽ രാവിലെയാണ് പോകുന്നത്. ഞാനൊരു 8 മണിക്ക് ഇവിടുന്ന് ബസ്സിൽ കയറും. അവിടെ 9 മണിക്കാണ് കയറേണ്ടത്. ഇവിടുന്ന് 8 മണിക്ക് ബസ്സിൽ കയറുമ്പോഴത്തേക്കും നിന്നാണ് ഗൈസ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്ഥലം ഇല്ല. അത്രയും ആളാണ്. രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് അറിയാമല്ലോ. ഇവിടെ നിന്ന് പോയി പിന്നെ കുറേ ദൂരം നടന്നു വേണം ആ ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റാച്യൂൻ്റെ താഴെയാണ്. ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരു 5 മിനിറ്റ് ഇരിക്കുന്നത് തന്നെയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോലും അധികം ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ചായ ഞാൻ പൊതുവേ കുടിക്കാറില്ല, എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകുമായിരുന്നു. അങ്ങനെയെങ്കിലും ഇത് 2 മിനിറ്റ് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ പോയാലും സ്വസ്ഥതയില്ലായിരുന്നു ഗൈസ്. ഫുഡ് കഴിക്കാൻ പോയാൽ എണീറ്റില്ലേ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയി തള്ളച്ച് വന്ന് വിളിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്ത് തലയിറങ്ങുകയും ചെയ്ത് എനിക്ക് ആകെ മൊത്തം ഒരു വെപ്രാളവും ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഞാൻ നാളെ മിക്കവാറും കാണൂല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒട്ടും വയ്യ, നിൽക്കാൻ പോലും വയ്യാത്ത ആ ഒരു സ്ഥിതിയിലായിരുന്നു. പക്ഷേ ഇവരടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ജോലിക്ക് വരണമെന്ന്. എന്ന് വെച്ചാൽ ഒരു മനസാക്ഷിയുടെ ഒരു തരി ഇല്ലാത്ത സാധനമായിരുന്നു അവിടുത്തെ മാഡം. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ജോലിക്ക് പോകുന്നത് ഒരു വൈഫൈ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാണ് ഞാൻ പോയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അത് എഡിറ്റ് ചെയ്ത ശേഷം അവിടെ ചെന്ന് അവിടുത്തെ വൈഫൈ വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും വൈഫൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേറെ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ആകെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞത് അങ്ങ് പോയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വീട്ടിൽ വൈഫൈ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് പോയത്. എൻ്റെ കഷ്ടകാലത്തിന് പോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ പെട്ടുപോവുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ലാസ്റ്റ് മാർച്ച് 22-ാം തീയതി ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് ഞാൻ ഇല്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കഷ്ടിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. വയ്യാതെ കിടന്നിട്ട് പോലും അത് ഞായറാഴ്ച ഉൾപ്പെടെ പോകണമായിരുന്നു. മാർച്ചിൽ ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും പോകണമായിരുന്നു. അപ്പോൾ എന്താണ് ഇത്രയും വയ്യാതിരുന്നിട്ട് പോലും ഒരു ദിവസമെങ്കിലും അവർ ലീവ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും അവർ ലീവ് തന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലായി പിന്നെ ട്രിപ്പിട്ടൊക്കെ കിടന്നു. പിന്നെ അതിനുശേഷം ഞാൻ 22-ാം തീയതി വരെ മാർച്ച് 22-ാം തീയതി വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങിയത് കൊണ്ട് സാലറിന്ന് 16 വട്ടം ഞാൻ അവർ വിളിച്ചാണ് അവസാനം സാലറി തന്നെ. എന്നിട്ട് ആ സാലറി കൊണ്ട് എനിക്കൊരു വൈഫൈ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. ആ പൈസയൊക്കെ ഏത് വഴി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ഗൈസ്. പൈസയൊക്കെ ഓരോ വഴിക്ക് പോയി. അങ്ങനെ വൈഫൈ എടുക്കണം എന്നുള്ള സ്വപ്നവും അതോടെ അവസാനിച്ച്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും തന്നെ സമയമില്ലായിരുന്നു. ഒന്നും കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് വീഡിയോസ്. അതാകുമ്പോൾ അവിടെ അങ്ങോട്ട് സ്ഥിരം പോകുമായിരുന്നു എന്നെങ്കിലും പറയാം. ഇപ്പോഴും കോളേജെല്ലാം കഴിഞ്ഞ ശേഷം എനിക്കിപ്പോൾ അങ്ങോട്ട് പോയി ഇടുക എന്ന് പറയുന്നത്
ഭയങ്കര പാടാണ്. പക്ഷെ എന്നാലും ഞാൻ ഇടും ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു യൂട്യൂബ് ബ്ലോഗറായിട്ട് മാറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് സംഭവം. ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാസം വീഡിയോ ഇടാതിരുന്നത്. ഇനി ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കും, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത്രയും നാൾ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ നേടിയ ഒരു സംഭവമാണ്. ഞാൻ ഡിഗ്രി സമയത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഗൈസ്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ആദ്യത്തെ 3 സെം എനിക്ക് ഓരോ സപ്ലി വീതം വെച്ചുണ്ടായിരുന്നു. പിന്നീട് ഉള്ള അടുത്ത 3 സെം എനിക്ക് ഒരു സപ്ലിയും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുത്തത്. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം കയറിയ ടൈമിൽ എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 12 പേരടങ്ങുന്ന ഗ്യാങ്. പിന്നെ ആ ഗ്യാങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഞാൻ കോളേജിൽ എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ അനുഭവിക്കാത്തതായിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ കോളേജ് വെറുത്തു എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. ഞാൻ കോളേജിൽ അനുഭവിക്കാത്തതായിട്ട് അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളെ ഇല്ലായിരുന്നു. എക്സ്പെക്ടേഷൻ ആണ് എല്ലാത്തിനും കാരണം. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ കോളേജ് ലൈഫിലോട്ട് ഞാൻ കയറിയത്. പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷൻ എല്ലാം തകിടം മറിച്ചു എന്ന് പറയാം. ഞാൻ കോളേജ് അവസാനം ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ അത്രയും വെറുത്ത് പണ്ടാരം അടങ്ങിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടുത്തെ ടീച്ചേഴ്സ് പിന്നെ അവിടെ കൗൺസിലറൊക്കെ ഉണ്ടായിരുന്നു, എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഈ ഒരു എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു കോളേജ് ലൈഫ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനത് പാസ്സാവും, എന്നെ കൊണ്ട് പാസ്സാവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ബട്ട് എന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സ് ആയിരുന്നാലും എൻ്റെ ഫേവറേറ്റ് ടീച്ചറായിരുന്നു ഷീജ ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ ഷീജ ടീച്ചറും സനം എന്ന് പറയുന്ന ഒരു മാം ആയിരുന്നു നമ്മുടെ കൗൺസിലിംഗ് മാം ആയിരുന്നത്. അപ്പോൾ ആ മാം എല്ലാവരും എന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോളേജ് ടൈമിൽ ഞാൻ അനുഭവിച്ച ആ ഒരു വിഷമം അതെന്നെ തരണം ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവർ രണ്ടുപേരുമായിരുന്നു. എൻ്റെ ലൈഫിൽ ഒരിക്കലും എൻ്റെ ഓർമ്മയിൽ പോലും വരരുതേ എന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ കോളേജ് പഠിക്കുന്ന ടൈം. അപ്പോൾ ഞാൻ അത്രയും വിഷമിച്ച ഒരു സമയമായിരുന്നു. ഇപ്പോഴും എനിക്കതൊരു പേടി സ്വപ്നം എന്നല്ല, എനിക്ക് വെറുപ്പാണ് ഗൈസ്. കോളേജ് ടൂറിന് അങ്ങനെ അടിച്ചു പൊളിക്കണം, ഇങ്ങനെ അടിച്ചു പൊളിക്കണം, കോളേജ് തകർക്കണം, ഡാൻസ് കളിക്കണം, അത് ചെയ്യണം, റീൽ എടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു 10% പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സന്തോഷിക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് ഗൈസ്, എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല അനുഭവം ഉണ്ടായിക്കൂടാന്നില്ല ഗൈസ്. ഇതാണ് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇത് കിട്ടിയത് 12ാം മാസം, അതായത് നമ്മുടെ ഡിസംബർ മാസം 20ാം തീയതി കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഡേറ്റിൻ്റെ ഒന്നാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ എനിക്ക് വീഡിയോ എടുക്കണം, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഓപ്പൺ ചെയ്യണമെന്നെല്ലാം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഗൈസ് ഞാൻ ഈ വീഡിയോ എപ്പോഴും എടുക്കും, അപ്പോഴും മാത്രമേ ഞാനിത് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡിസംബറിൽ കിട്ടിയ സാധനം ഇത്രയും മാസം ഞാൻ കാത്തിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചത് അൺബോക്സ് ചെയ്യാണ് ഗൈസ്. അതിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് നേടാൻ സഹായിച്ച എൻ്റെ ക്ലാസ് ടീച്ചർ ഷീജ ടീച്ചറിനും അതുപോലെ തന്നെ എൻ്റെ കൗൺസിലിംഗ് മാമായിട്ടുള്ള സനം മാമിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റില്ലായിരുന്നു. കാരണം നിങ്ങൾ തന്ന മോട്ടിവേഷൻ കൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നേടാൻ എന്നെ സഹായിച്ചത്. അപ്പോൾ ഇതൊന്ന് ഞാൻ അൺബോക്സ് ചെയ്യാണ് ഗൈസ്. ഇതാണ് സംഭവം. നമ്മുടെ ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് ഇരിക്കുകയാണ്. ഈ കുഴലിൽ കൂടെ വരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതാണ് സർട്ടിഫിക്കറ്റ് ഗൈസ്. അപ്പോൾ അത് മാറ്റി വെച്ച് ഗൈസ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ബാക്കിൽ സിഗ്നേച്ചറാണ് ഗൈസ്, CBCS സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കുന്ന സിഗ്നേച്ചറൊക്കെയാണ്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. കാരണം ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അൺബോക്സിങ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അൺബോക്സിങ് ചെയ്യാനുള്ള സംഭവം. റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഉറക്കം ഒഴിഞ്ഞിരുന്ന് ഞാൻ പഠിച്ച രാത്രികളുണ്ട് ഗൈസ്. ഞാൻ 4-5 മണി വരെ ഞാൻ ഉറക്കം ഒഴിച്ചിരുന്ന് ഞാൻ പഠിച്ചതാണ്. 10+2 ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ല വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നില്ല, അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത സന്തോഷം, അപ്പോഴൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക സന്തോഷം എനിക്ക് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടി. ഭയങ്കര ഒരു ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ സാധിച്ച എൻ്റെ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ദൈവത്തിനും ഒരുപാട് താങ്ക് യു. അപ്പോൾ എന്തായാലും ഗൈസ് എൻ്റെ വീഡിയോ നല്ല ലെങ്ത് ആയി എന്ന് തോന്നുന്നു. നിങ്ങളടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും പേര് അടങ്ങുന്ന ഒരു ഫാമിലി ആയിട്ട് മാറാൻ സാധിച്ചാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാനും നിങ്ങളോട് കൂടുതൽ അടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബൈ.